ഹലോ. ഞാൻ ഇന്ന് എണീക്കുമ്പോൾ തന്നെ ഒരു തീരുമാനം എടുത്തിട്ടാണ് എണീറ്റത്. ഇന്ന് ഞാൻ എന്തായാലും ഡേ ഇൻ മൈ ലൈഫ് ചെയ്യും. കുറേ നാളായിട്ട് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചാണ് കേട്ടോ അത്. ഇന്നാണെങ്കിൽ എനിക്ക് ഡേ ഓഫും ആണ്. ജോലിയുള്ള ദിവസം രാവിലെ 6 മണിക്കാണ് എൻ്റെ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ ജോലി ഇല്ലെങ്കിലും ഞാൻ രാവിലെ നേരത്തെ അറിയാണ്ട് എണീറ്റ് പോവും. പക്ഷെ എല്ലാ ജോലി ഇല്ലാത്ത ദിവസം ഇത്രയും ആക്റ്റീവ് ആയിരിക്കണം എന്നില്ല കേട്ടോ. ചിലപ്പോൾ ഭയങ്കര സ്ലോ ഡേയ്സ് ആയിരിക്കും, ഒന്നും ചെയ്യാതിരിക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ പാൻ കേക്ക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റിന്. കാരണം ലാസ്റ്റ് വീക്ക് പാൻ കേക്ക് ഡേ ആയിരുന്നു. ഈ പാൻ കേക്കും വാഫിൾസും എനിക്ക് എപ്പോഴും നമ്മുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് പോലെ തന്നെ എൻ്റെ ജോലി സ്റ്റാർട്ട് ചെയ്ത സമയത്തുള്ള കുറേ ഓർമ്മകൾ തരുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതിൻ്റെ മുന്നേയായിട്ട് ഞാനിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാൻ കേക്ക് ആൾട്ടാണ്. ഞങ്ങൾക്ക് 3 പേർക്കും ഇഷ്ടമുള്ള 3 ക്യാരക്ടേഴ്സിനെയാണ് ഇപ്പോൾ ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സോസേജ് ഡോഗാണ്. ഈ പാൻ കേക്ക് ബാറ്ററിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ സെയിം പാൻ കേക്ക് ബാറ്ററിലേക്ക് കുറച്ച് കൊക്കോ പൗഡർ ഇട്ട് അതിനെക്കൊണ്ട് ഒരു ഔട്ട്ലൈൻ ഫസ്റ്റ് കൊടുക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നോർമൽ പാൻ കേക്ക് ബാറ്റർ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ക്യാരക്ടേഴ്സും എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇനിയിപ്പോൾ ഇതുപോലെ ക്യാരക്ടേഴ്സ് വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലവേഴ്സോ ഹാർട്ട്സോ അങ്ങനെ സിമ്പിളായിട്ടുള്ളതും നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. കുറേ സിമ്പിളായിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണാം. മിക്കി മൗസ് ഒക്കെ വരയ്ക്കാൻ ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ജോലി സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, അതായത് ഞാൻ കൊച്ചി മാരിറ്റിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 1 വർഷത്തോളം ഞാൻ പാൻ കേക്ക് കൗണ്ടറിലിരുന്ന് എല്ലാ ദിവസവും രാവിലെ നിന്നുകൊണ്ടിരുന്നത് പാൻ കേക്കും വാഫിൾസും ക്രെപ്സും ഒക്കെ ആയിട്ടുള്ള ലൈവ് കൗണ്ടറിൽ. ഈ ലൈവ് കൗണ്ടേഴ്സിലൊക്കെ നിൽക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മാനേജേഴ്സൊക്കെ നമ്മളെപ്പോഴും പുഷ് ചെയ്തുകൊണ്ടിരിക്കും, പോയി സംസാരിക്കുക, ഇൻട്രാക്ട് ചെയ്യുക, ചിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് പോലും ചെയ്യാത്ത എനിക്ക്, ഞാൻ എന്തിനാണ് ഈ അറിയാത്ത ആൾക്കാരുടെ അടുത്ത് പോയി ചിരിക്കുന്നത്, എന്താണ് ഞാൻ അവരുടെ അടുത്ത് പോയി ചോദിക്കുക, ഇതൊക്കെയായിരുന്നു എൻ്റെ മനസ്സ് മൊത്തം. ഗസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ എന്താ ചോദിക്കുക, അവർക്ക് വീട്ടിലെല്ലാവർക്കും സുഖമാണോ എന്ന് ചോദിക്കാൻ പറ്റില്ല. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കാൻ പറ്റില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു ലൈവ് കോൺടേഴ്സിൽ നിൽക്കുന്ന കാര്യം. ഞാൻ എത്ര കരഞ്ഞ് ചോദിച്ചിട്ടുണ്ട്, എന്നെ അവിടെ നിന്നെടുത്ത് മാറ്റാൻ പറ്റുമോ, എനിക്ക് ലൈവ് കോൺടേഴ്സിൽ നിൽക്കാതിരിക്കാൻ പറ്റുമോ എന്ന്. പിന്നെ ട്രെയിനീസിൻ്റെ വാക്കിന് ഒരു വിലയില്ലാത്തതുകൊണ്ട് തന്നെ ആരും അത് കേട്ടില്ല, ഞാൻ തന്നെ നിൽക്കേണ്ടി വന്നു. അപ്പോൾ ഈ ഗസ്റ്റിൻ്റെ അടുത്ത് പോയി സംസാരിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു ടെക്നിക്കാണ് ഈ ലൈവായിട്ട് ഇതുപോലെ ഓരോ ക്യാരക്ടേഴ്സിന് പാൻ കേക്ക് കൊണ്ട് വരച്ചു കൊടുക്കുക എന്നുള്ളത്. ഇതാകുമ്പോൾ ഗസ്റ്റ് ഇങ്ങോട്ടേക്ക് വന്ന് വീഡിയോസൊക്കെ എടുത്ത് അവരധികം സംസാരിക്കാതെ പോയിക്കോളും, കാരണം ഞാൻ വരച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ ഒരുപാട് നാൾ ലൈവ് കോൺടേഴ്സിൽ നിന്നിട്ട് എനിക്ക് അറിയാത്ത ആൾക്കാരോട് സംസാരിക്കാനുള്ള മടിയും നാണവും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയി. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം നിങ്ങൾ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ഡൈനിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് സ്റ്റാഫ്സോ ഷെഫ്മാരൊക്കെ വന്ന് സംസാരിക്കുമ്പം കുറച്ച് കൈൻഡ്നെസ് അവരുടെ അടുത്ത് കാണിക്കാതെ ഇരിക്കാൻ മറക്കരുത്. ചിലപ്പോൾ അവരുടെ ഗതികേടോണ്ടും കൂടി ആയിരിക്കാം നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ടാവുക. അങ്ങനെ ഓൾമോസ്റ്റ് പാൻ കേക്ക് ഉണ്ടാക്കൽ കഴിയാറായി. ബിറി പാൻ കേക്കിൻ്റെ കൂടെ കഴിക്കാനുള്ള പഴം സ്ലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കിൽ നിങ്ങൾക്ക് കാണാം അലക്സ് പാൻ കേക്ക് കഴിക്കാനുള്ള എക്സൈറ്റ്മെൻറ്റ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ പാൻ കേക്ക്സ് എല്ലാം ഞാൻ 2 പാനിലൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. കാരണം ഇത് കഴിയുന്നുണ്ടായില്ല. എനിക്കാണെങ്കിൽ ഒരുപാട് നേരം കിച്ചണിൽ തിരിഞ്ഞു കളിക്കുന്ന ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അലക്സ് പാൻ കേക്കിൻ്റെ കൂടെ കഴിക്കാനുള്ള ബേക്കൺ എയർ ഫ്രൈ ചെയ്തു. നമ്മൾ പാൻ കേക്കിൻ്റെ കൂടെ ഇതും കഴിക്കേണ്ടിയിരുന്നു. അങ്ങനെ ടേബിളെല്ലാം സെറ്റ് ചെയ്തു. ഇത് എനിക്കുള്ള മിനിയനാണ്. മിനിയൻ കുറച്ചൊന്ന് ഡാർക്കായിപ്പോയി. പിന്നെ ഇത് സോസേജ് ഡോഗ് അലക്സിനുള്ളത്, ഇത് ഹെലോ കിറ്റി ബിറിക്കുള്ളത്. നമുക്ക് 3 പേർക്കും ഒരുപോലെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ബിറി ഒരു തവണ എനിക്ക് പറഞ്ഞു തന്നൊരു കാര്യമാണ് അവളുടെ അമ്മ ചെറുതാവുമ്പോൾ അവൾക്ക് ഉണ്ടാക്കി കൊടുത്തിരുന്ന ഒരു പംകിനെ കുറിച്ചിട്ട്. അതായത് നമ്മുടെ നാട്ടിലെ മത്തങ്ങ. ഈ മത്തങ്ങനെ കുറിച്ച് കേട്ട് എനിക്കിത് കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്നെക്കാൾ കൂടുതൽ ബിറിക്ക് ഞാനിത് കഴിച്ച് നോക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ അവളുടെ അമ്മ ടർക്കിയിൽ നിന്ന് കൊടുത്തയച്ചതാണിത്. ഇത് കഴിക്കാൻ തോന്നാനുണ്ടായ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കുന്ന രീതിയാണ്. ഇത് ഇവർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് മനസ്സിലായ രീതി, നമ്മുടെ നാട്ടിൽ പണ്ട് ചുമരിലൊക്കെ പെയിൻറ്റിന് പകരം വെച്ചിരുന്ന കുമ്മായ ഉണ്ടല്ലോ, ആ കുമ്മായത്തിൽ ഇവരിത് കവർ ചെയ്യും. ഈ മത്തങ്ങ കവർ ചെയ്തിട്ട് 24 hours എങ്ങാനും വെച്ചിട്ട് ഇത് ചുട്ടെടുക്കും. ആ ചുട്ടെടുത്ത മത്തങ്ങ ഇവരിത് ഷുഗർ സിറപ്പിലിട്ടിട്ട് വെക്കും. അങ്ങനെയാണ് ഈ ഒരു രൂപത്തിലേക്ക് ഇതാവുന്നത്. ഇതിൻ്റെ പുറമെ ഭയങ്കര ക്രഞ്ചിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. ഈ ഷുഗർ സിറപ്പൊക്കെ ഫില്ലായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഏകദേശം ഒരു ആഗ്രാപേത്തേനൊക്കെ ഒരു രൂപത്തിൽ പെട്ട ഒരു സാധനമാണ്. പക്ഷെ എനിക്ക് ആഗ്രാപേത്ത ഒട്ടും ഇഷ്ടമില്ല.
ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ടർക്കിക്കാര് ഈ ബ്രെഡിൻ്റെ ഒക്കെ കൂടെ കഴിച്ചിരുന്ന ഒരു സാധനമാണ് ഇത്ര. ഇതവിടെ വാങ്ങാൻ അത്ര അവൈലബിൾ അല്ല എന്നാണ് അവൾ പറയുന്നത്. വീട്ടിലുണ്ടാക്കുന്ന ഒരു ഐറ്റം ആണ്. അപ്പോൾ നിങ്ങൾക്ക് ടർക്കിഷ് ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഇത് ഉണ്ടാക്കി തരാൻ പറയുക, കഴിച്ചു നോക്കുക, നല്ല ടേസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് നമ്മൾ പുറത്തിറങ്ങി. ഇന്ന് നല്ല സണ്ണി ഡേ ആണ് കേട്ടോ. സാധാരണ ഇവിടെ ഫുൾ ടൈം മഴയായിരിക്കും. ഇവിടെ വന്നേ പിന്നെ എനിക്ക് വെയിൽ നല്ല ഇഷ്ടമാണ്. കാരണം ഇവിടുത്തെ വെയിൽ നല്ല രസമാണ് കേട്ടോ. കുറേ നേരം ഇങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കോഫി കുടിക്കാനായിട്ട് ഒരു കഫേയിൽ കയറി. അങ്ങനെ കോഫിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ കേട്ടത് അവിടെ അടുത്ത് തന്നെ ഒരാൾ കുറച്ച് നേരം മുന്നേ കത്തിക്കുത്തി ഇട്ടിട്ട് മരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഫുൾ പോലീസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആ ഭാഗം വീഡിയോയിൽ എടുത്തിട്ടില്ല. പിന്നെ നമ്മളിങ്ങനെ വെറുതെ ഒരാവശ്യമില്ലാതെ കുറേ ഷോപ്പുകളിലൊക്കെ കയറി ഇറങ്ങി. ഈ ഷോപ്പിലാണെങ്കിൽ കുറേ ക്യൂട്ട് സാധനങ്ങളുണ്ട് കേട്ടോ. നമുക്ക് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളും എല്ലാം ഭയങ്കര ക്യൂട്ടാണ്. പിന്നെ നമ്മൾ പോയത് ഒരു ഹാൻഡ് മെയ്ഡ് കോസ്മെറ്റിക്സിൻ്റെ ഷോപ്പിലേക്കാണ്. ലഷ് എന്ന് പറഞ്ഞിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഒട്ടുമിക്ക എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇവിടുത്തെ സോപ്പും ബോഡി ലോഷൻസൊക്കെ നല്ല സ്മെല്ലാണ് കേട്ടോ. ഇവിടുത്തെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റിക്കി ഡേറ്റ്സ് ആണ്. നിങ്ങൾ നെക്സ്റ്റ് ടൈം പോകുമ്പോൾ അതൊന്ന് സ്മെൽ ചെയ്ത് നോക്കുക, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടാവും. എപ്പോഴൊക്കെ ലഷിൻ്റെ പുറത്തു കൂടെ പോകുമ്പോഴും അതിൻ്റെ ഉള്ളിലൊന്ന് കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ഇത് എന്നിട്ട് അവിടുന്ന് വാങ്ങിയതാണ്. സ്റ്റിക്കി ഡേറ്റ്സിൻ്റെ ഒരു ഹെയർ പ്രൈമറാണ്. പിന്നെ നമ്മളൊരു ഇറ്റാലിയൻ സൂപ്പർ മാർക്കറ്റിൽ പോയി. ഇവിടുന്നൊന്നും അങ്ങനെ പ്രത്യേകിച്ചൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. നമ്മൾ പോകുന്ന എല്ലാ ഷോപ്പിലും നമ്മളെല്ലാം ഒന്നും വാങ്ങില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കയറി ഇറങ്ങുകയുള്ളൂ. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഇറ്റാലിയൻ ഫുഡ് കഴിക്കുന്നത് വലിയൊരു ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ, ഞാൻ ഇതിൻ്റെ മുന്നേയും എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഇറ്റാലിയൻ ഫുഡ് ഞങ്ങൾ പുറത്ത് പോയാൽ കഴിക്കാറില്ല ഇപ്പോൾ. അങ്ങനെ കുറച്ച് നേരം കൂടെ നടന്നപ്പോൾ നമുക്ക് വീണ്ടും വിശക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മളൊരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ കയറിയതാട്ടോ, ഡൻഡാൻ എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ കേരള ഫുഡ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ക്രേവിങ്സ് വരുന്നതും കഴിക്കാൻ തോന്നുന്നതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ കൊറിയൻ, ജാപ്പനീസ്, ചൈനീസ്, മെക്സിക്കനുമാണ്. അപ്പോൾ അതിൽ ഇത് ചൈനീസാണ്. ചൈനീസിൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണോ എന്ന് വെച്ചാൽ അല്ല, പക്ഷേ ഇവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് നടന്നു കേട്ടോ. അപ്പോഴേക്കും വൈകുന്നേരം ആയിട്ടുണ്ട്. പുല്ല് കഴിക്കുന്ന പൂച്ചേനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അതാണ് ഇത്. പിന്നെ ഇത് നല്ല ഭംഗിയുള്ളൊരു റോസിൻ്റെ മരമാണ് കേട്ടോ. ഇത് വീഡിയോയിൽ കാണാൻ അത്ര രസമില്ലെങ്കിലും നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എപ്പോഴൊക്കെ ഞാൻ ഇതുപോലെ നല്ല നല്ല റോസിൻ്റെ ചെടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കും വീഡിയോ കോളിൽ. കാരണം അമ്മയ്ക്ക് ചെടികൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ തിരിച്ച് വീട്ടിലെത്തിയിട്ട് എല്ലാ വാങ്ങിയ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതിന് മുന്നേ ഇതെല്ലാം എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ അത് എപ്പോഴാണ് എടുത്ത് വെക്കുകയെന്ന് ഒരു ഐഡിയ ഇല്ല. കാരണം വീക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മടിയാവും, കിച്ചണിലേക്ക് കയറുക പോലും ചെയ്യാറില്ല. കാരണം എല്ലാ ദിവസവും എൻ്റെ ഷിഫ്റ്റ് ടൈം ഒരേപോലെ ആവണമെന്നില്ല. ചില ദിവസങ്ങളിൽ നേരത്തെ പോയി കഴിഞ്ഞാൽ പോലും നേരത്തെ ഇറങ്ങണമെന്ന് ഒരു ഉറപ്പുമില്ല. റെസ്റ്റോറൻറ്റിൽ തിരക്കനുസരിച്ചിട്ട് ഇറങ്ങാൻ പറ്റും. ചില ദിവസങ്ങളിൽ തിരക്ക് കൂടുതലാണെങ്കിൽ അവിടെ നിൽക്കേണ്ടി വരും. ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോണത് ടർക്കിഷ് കോഫിയാണ് കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ കുടിക്കില്ല അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടില്ല എന്ന് വിചാരിച്ച കാര്യങ്ങളിൽ ഒന്നാണ് ഈ ടർക്കിഷ് കോഫി. ഞാനിപ്പോൾ ടർക്കിഷ് കോഫി ഉണ്ടാക്കുന്നത് ഇലക്ട്രിക് പോട്ടിലാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഇലക്ട്രിക് പോട്ടിൽ കാണുന്നത്. ഇത്രയും കാലം ഞാൻ കണ്ടിട്ടുള്ളതൊക്കെ ഒരു ഗോൾഡൻ കളർ ചെറിയ പോട്ടാണ്. ഇതിൽ കോഫി ഉണ്ടാക്കാൻ നല്ല ഈസിയാണ്. സെയിം നമ്മുടെ കെറ്റിൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ജസ്റ്റ് കോഫി പൗഡറും ഈ വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് ബോയിൽ ചെയ്താൽ മതി.
എനിക്കും ബിറിക്കും മാത്രമേ കോഫി ഇഷ്ടമുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് 2 കോഫി. പിന്നെ ഇന്നലെ രാത്രി കണ്ട് ബാക്കിയാക്കിയ ഒരു സിനിമ കണ്ടു തീർത്തു. ഈ അടുത്തായിട്ട് സിനിമ കാണുന്നത് കുറച്ച് കൂടുതലാണ്. പണ്ടൊന്നും സിനിമ കാണാൻ എനിക്ക് ഒരു ക്ഷമയുണ്ടായിരുന്നില്ല. അതും കാണുന്നതൊക്കെ സ്കെയറി മൂവീസാണ് കേട്ടോ. നമ്മളെപ്പോഴും ഹൊറർ മൂവീസ് അല്ലെങ്കിൽ ക്രീപ്പി മൂവീസ് മാത്രമേ കാണാറുള്ളൂ. അതാണ് വേറൊരു പ്രത്യേകത. പക്ഷെ ഒറ്റയ്ക്ക് ഇരുന്ന് ഒരു ഹൊറർ മൂവി ഇരുന്ന് കാണാൻ പറഞ്ഞാൽ ഞാൻ കാണില്ല കേട്ടോ. ഇവരൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ കാണുള്ളൂ. ഞാനും ബിരിയും ഡിന്നറിന് ഒരു കോഫിയും കുറച്ച് പോപ്കോണുമാണ് കഴിച്ചത്. വേറൊന്നും കഴിച്ചില്ല. എലക്സ് രാവിലെ ബാക്കിയുള്ള പാൻ കേക്ക് ഐസിങ് ഷുഗറും കൂട്ടി കഴിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഇത്രയൊക്കെ എൻ്റെ ഒരു ഡേ ഓഫിന് ഉണ്ടായുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, ബൈ.